മോദി രാജ്യം മുഴുവൻ മുസ്ലിം വിരുദ്ധത പ്രസംഗിച്ച് നടന്നു. പക്ഷേ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു. മോദിക്ക് പരാജയതുല്യമായ വിജയമാണ് രാജ്യം നൽകിയത്. പക്ഷേ നരേന്ദ്രമോദി ഒന്നും പഠിച്ചില്ല. നരേന്ദ്രമോദി മന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യമേ ഇല്ല. और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. മോദിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ രാജ്യം തള്ളി. പക്ഷേ മുസ്ലിം വിരുദ്ധ നിലപാടുകളുമായി മോദി മുന്നോട്ട് പോവുകയാണ്. മന്ത്രിസഭയിൽ ആകെ 71 മന്ത്രിമാർ. പക്ഷേ മുസ്ലിം മതവിശ്വാസിയായ ഒരാൾ പോലുമില്ല. मैं नरेंद्र दामोदर दास मोदी, मैं अन्नपूर्णा देवी, मैं किरण रिजिजू ईश्वर की शपथ लेता हूँ कि आई हरदीप सिंह पुरी, डॉक्टर मनसुख मांडविया. രാജ്യത്തെ ജനസംഖ്യയിലെ 15% മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്. പുതിയ ലോക്സഭയിൽ ആകെയുള്ളത് മുസ്ലിം മതവിശ്വാസികളായ 24 പേർ, അഥവാ 4.41% മാത്രം. രാജ്യത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ഇവ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ അനുകൂലമാണെന്നോ പ്രതികൂലമാണെന്നോ പറയാത്തക്ക യാതൊരു ഒന്നും അതിലടങ്ങിയിട്ടില്ല. അഥവാ മുസ്ലിങ്ങളാദ്യ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഏതെങ്കിലും ഒരു പാളയത്തിലേക്ക് ആട്ടിത്തെളിച്ച് അവിടെയൊക്കെ വിശ്വാസം ആർജിച്ച് കളയാമെന്ന ആ ഒരു ധാരണയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2019 303 എംപിമാരുമായി മോദി സർക്കാർ തനിച്ച് അധികാരത്തിൽ വന്നു. അതോടെ മുസ്ലിം വിരുദ്ധത ലോക്സഭയുടെ അകത്തേക്ക് കൂടി പടർന്നു. AIMIM എം പി അസദുദ്ദീൻ ഒവൈസി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ BJP എംപിമാർ പ്രതികരിച്ചതിങ്ങനെ: मैं असदुद्दीन ओवैसी जिसे लोकसभा का रुकन मंतखब किया गया है. ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആന്ധ്രാപ്രദേശിലെ NDA മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മതവിശ്വാസിയായ മന്ത്രിയുണ്ട്, നസീമ മുഹമ്മദ് ഫറൂഖ്. പക്ഷേ മോദി സർക്കാരിൽ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനുമുള്ള സ്വാധീനം മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യ വിഷയത്തിൽ കാണാനില്ല.